ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. നോമ്പൊക്കെ എങ്ങനെയുണ്ട്? നമുക്കിന്ന് ഇഫ്താറിന് പറ്റിയൊരു അടിപൊളി സ്നാക്ക് നോക്കിയാലോ. ഇഫ്താറിന് മാത്രമല്ല, പാർട്ടീസൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് സ്നാക്സ് ആയിട്ടും ഇത് യൂസ് ചെയ്യാം. എന്നാൽ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. 250 ഗ്രാം ഓഫ് ബോൺലെസ് ചിക്കൻ പീസസ് ആണ് ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത്. ബോൺലെസ് ആയിട്ടുള്ള പീസസ് എടുക്കുമ്പോഴാണ് നമുക്ക് നല്ല ജ്യൂസി ആയിട്ട് കിട്ടുക. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ആഡ് ചെയ്യാം, മല്ലിച്ചപ്പ്, 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ മൈദ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ല മാരിനേറ്റ് ചെയ്ത് എടുക്കാം. ചിക്കൻ പീസസ് നമുക്ക് ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. എന്നാൽ മസാല പെട്ടെന്ന് അതിൽ പിടിക്കും. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്ലീസ് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യണം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസസ് നമുക്കിനി സ്ക്യൂവേഴ്സിലേക്ക് കോർത്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മാരിനേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് നേരം വെക്കാം കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് കൂട്ടുന്നത്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. എണ്ണ നല്ല ചൂടായതിനു ശേഷം നമുക്ക് പാനിലോട്ട് സ്ക്യൂവേഴ്സ് വെച്ച് കൊടുക്കാം. മീഡിയം ടു സ്ലോ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരു സൈഡ് 7 to 8 മിനിറ്റ് വരെ കുക്ക് ചെയ്യണം. മറ്റേ സൈഡും അതേപോലെ കുക്ക് ചെയ്തെടുക്കണം. 2 സൈഡും മറിച്ചിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സൈഡ് 7 to 8 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം തിരിച്ചിടാം. എയർ ഫ്രൈയിൽ നമുക്കിത് കുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മൾ ചിക്കൻ സ്ക്യൂവേഴ്സ് ഇവിടെ റെഡിയാണ്. ഇനി നമ്മൾ ഇതിൽക്കൊരു അടിപൊളി ഡിപ്പിംഗ് സോസാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് നമ്മൾ എടുക്കുന്നത്. ബട്ടർ നല്ല മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളി നല്ല സോട്ടായതിനു ശേഷം നമുക്ക് 1/2 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല മിക്സ് ചെയ്യണം. കട്ട പിടിക്കാണ്ട് മിക്സ് ചെയ്യാൻ പ്രത്യേകം നോക്കണം. മൈദക്ക് പകരം നമുക്ക് 1/2 കപ്പ് ക്രീം എടുക്കാവുന്നതാണ്. ക്രീം ഇല്ലെങ്കിൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്താലും മതി. മൈദയുടെ പച്ചമണം മാറിയാൽ നമുക്ക് 1/2 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതേപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. കട്ട പിടിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പാല് ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ടും ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. പാലിവിടെ കുറുകി വരുന്നുണ്ട്. പാലിങ്ങനെ തിക്കായി വന്നതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക്, മല്ലിച്ചപ്പ് ആവശ്യത്തിന്. ഇനി നല്ല മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു സ്ലൈസ് ചീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഡിപ്പിംഗ് സോസ് ഇവിടെ റെഡിയാണ്. ക്രീം ഇല്ലാണ്ടും നമുക്ക് ഈസി ആയിട്ടൊരു ക്രീമി ഡിപ്പിംഗ് സോസ് ഉണ്ടാക്കാം.